സുന്ദരം സംവിധാനം ചെയ്തത് 1981 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കോളിളക്കം. വധ എന്ന ഹിന്ദി ചലച്ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു ഈ ചിത്രം. ജയൻ എന്ന നടൻ മരിക്കുന്നത് ഈ സിനിമയുടെ അവസാന ഭാഗം ചിത്രീകരിക്കുന്നതിനിടയിൽ ഹെലികോപ്റ്ററിൽ നിന്നും വീണുണ്ടായ അപകടത്തോടെയാണ്. നവംബർ 16 കോളിളക്കം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ അപകടത്തിൽ ജയൻ മരിച്ചു. സിനിമയുടെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്തുള്ള ഷോളവരത്താണ്. ചലിക്കുന്ന മോട്ടോർ ബൈക്കിൽ നിന്ന് എയർബോൺ ഹെലികോപ്റ്ററിൽ കയറുന്ന ജയൻ തന്റെ സ്വന്തം സ്റ്റണ്ട് നടത്തി. ജയൻ തൃപ്തനാകാത്തതിനാൽ മറ്റൊരു ടേക്ക് ചെയ്യാൻ നിർബന്ധിച്ചു. എടുക്കുന്നതിനിടെ ജയൻ താഴെ തൂങ്ങിക്കിടക്കുന്നതിനിടെ പൈലറ്റിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും ഹെലികോപ്റ്റർ ഇടിക്കുകയും ചെയ്തു. പുറത്തിറങ്ങിയ കോളിളക്കം എന്ന മലയാളം സിനിമ 6.75 കോടി രൂപയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ എന്നെ കൈവിലും കൂടെ കാണാത്തതിൽ നിരാശയുണ്ടായിരിക്കും. നീ എന്താണ് ഈ പറയുന്നത്? ഒന്നുമറിയില്ല. പീറ്ററെ കൊന്നതാരാണ്? അവന്റെ ജഡം എന്റെ അലമാരയിൽ കൊണ്ടുവച്ചതാരാണ്? ഇത്രയുള്ള കാര്യം നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. പീറ്ററുടെ യഥാർത്ഥ കൊലയാളി നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഓഹോ, നിങ്ങൾ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണല്ലേ? നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ല? മദ്യപിച്ച് ലക്കില്ല. ഹലോ സുമ. ഹലോ, രാജൻ ഇവിടെ? ബോംബെയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. സുമയെ ഇറക്കണം. എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ലവ്ലി ഫ്ലവേഴ്സ്. इंडियन एयरलाइंस की उड़ान IC 520 अब ट्रिवांड्रम से आ पहुंची है. Announcing the arrival of Indian Airlines Excuse me? from Trivandrum. തിരുവനന്തപുരത്തിലിരുന്ന് ചെന്നൈ വന്നു ചേരും ഇന്ത്യൻ എയർലൈൻസ് വിമാനം. ഹായ്. ഹലോ. ഹാഡ് എ ഗുഡ് ഫ്ലൈറ്റ്? മാർവലസ്. അല്ല, ബൊക്കെ ആയിട്ടാണ് എന്നെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നത്. താങ്ക് യു. മീറ്റ് മിസ്റ്റർ രാജൻ, എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്താണ്. ഹലോ. ഹലോ. ആ, രാജൻ അല്ലേ? ഏത് രാജ്യമാണ് ഭരിക്കുന്നേ? മനോരാജ്യമായിരിക്കും. കേട്ടോ രാജൻ, ഈ കുമാർ നല്ലൊരു സംസാരപ്രിയനാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ പോയി ലഗേജ് ഒക്കെ എടുത്തെത്തിക്കാം. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. താങ്ക് യു. ഈ വാച്ച് അല്പം കോസ്റ്റ്ലി ആണല്ലോ. ആ, ഇത് വൈരമാണല്ലേ? ഇതൊന്നും ഇവിടെ കിട്ടുന്ന സാധനങ്ങളല്ലല്ലോ. ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാലോ? നിങ്ങളൊരു അക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. മൗനത്തിന് ചിലപ്പോൾ വാക്കുകളെക്കാൾ അർത്ഥമുണ്ട്. അതോ വാക്കുകൾക്കും നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വസ്തുക്കളെ പോലെ വില കൂടുതലുള്ളതുകൊണ്ടാണോ? വസ്ത്രങ്ങൾക്ക് മാത്രമല്ല, എനിക്കും അല്പ വില കൂടുതലാണ്. ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയും വില കൂടിയ വസ്തുക്കളായിരിക്കും. നൗ വി ആർ കമ്മിങ് ടു ദ പോയിന്റ്. ഒരു വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നത് ആവശ്യക്കാരന്റെ മനോഭാവം അനുസരിച്ചായിരിക്കും. യു ആർ റൈറ്റ് മിസ്റ്റർ കുമാർ. ചിലർക്ക് വിലമതിക്കാനാവാത്തത് മറ്റു ചിലർ നിസ്സാരമായി തട്ടിയെടുത്തു വരാം. ദാറ്റ് ഈസ് ബിസിനസ്. വന്നിട്ട് വളരെ നേരമായോ? ഇല്ല. അച്ഛനെവിടെ? അങ്കിളുടെ വീട്ടിൽ പോയിരിക്കാണ്.
സുമയോട് വളരെ പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാണ് ഞാൻ വന്നത്. എന്താണ്? സുമ അന്നെനിക്ക് വാഗ്ദാനം ചെയ്ത സമ്മാനം, ഒരു സ്ത്രീക്ക് മാത്രമേ പുരുഷന് സന്തോഷവും സമാധാനവും നൽകാൻ കഴിയൂ. പറയൂ, രാജൻ എന്താണ് ആഗ്രഹിക്കുന്നത്? കുമാർ നല്ലവനാണ് സുമി. ഒരു സ്ത്രീക്ക് നൽകാവുന്നതിന്റെ പരമാവധി സ്നേഹവും സന്തോഷവും സുമ കുമാറിന് നൽകണം. ഇതാണ് ഞാൻ സുമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. യു ആർ ഗ്രേറ്റ് രാജൻ, യു ആർ റിയലി ഗ്രേറ്റ്. ഓഫ് കോഴ്സ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, എനിക്ക് ജ്യേഷ്ഠ എന്ന് വിളിക്കാനുള്ള അനുവാദം വരെ. കുട്ടികളുടെ കളിപ്പാട്ടമല്ലത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. അതിൽപ്പം വിലയുള്ള സാധനമാണ്. മിസ്റ്റർ അനശ്വരനായ ജയൻ തോറ്റത് മരണത്തിൻ മുന്നിൽ മാത്രം. ആ അതുല്യ കലാകാരന്റെ മുന്നിൽ 1000 ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നു.